എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്. وإني أولي منهما ما ولي من الصغر. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരമായി, പരിലാളനകൾക്ക് പകരമായി ഞാൻ അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ. ഇന്ന് ഞാൻ കഴിവുള്ളവനാണ്, ഇന്ന് ഞാൻ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയാണ്, ഇന്ന് ഞാൻ സമ്പന്നനാണ്, സമ്പന്നതയുടെ സമുദായത്തിൽ ജീവിക്കുന്നവനാണ്. ഉത്തുംഗമാകുന്ന മേഖലയിലേക്ക് അല്ലാഹു എന്നെ ഉയർത്തിയിട്ടുണ്ട്. ഔലി മിൻഹുമാ മാ വലിയ മിനസ്സിഗരി. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരമായി, എന്നെ താരാട്ട് പാട്ടിയതിന് പകരമായി, എനിക്ക് അന്നം നൽകിയതിന് പകരമായി, എന്നെ തൊട്ടിലിട്ടാട്ടിയതിന് പകരമായി ഇന്നവർക്ക് സുന്ദരമായ വീട് ഞാൻ കൊടുത്തു നബിയേ. കോൺക്രീറ്റ് സൗധത്തിൽ ഉറക്കിയ നബിയേ, നല്ല ഭക്ഷണം നൽകുന്നുണ്ട് നബിയേ, നല്ല പാനീയങ്ങൾ കൊടുക്കുന്നുണ്ട് നബിയേ. ഫഹൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനാകുമോ ഇല്ലയോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുക. എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഈ സ്നേഹം, ചെറുപ്പത്തിൽ അവർ എനിക്ക് നൽകിയത് ഒന്നുമില്ല, ചെറ്റപ്പുരയായിരുന്നു, ചെറിയ കുടിലാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇന്നവർക്ക് ഞാൻ നല്ല വീട് വെച്ചു കൊടുത്തു, മനോഹരമായ ബിൽഡിങ്ങിലാണ് അവർ വസിക്കുന്നത്. നമുക്കും പറയാനുണ്ടാകും, ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെ മനസ്സിൽ ഈ ചിന്ത പണ്ടേ ഉണ്ടായിട്ടുണ്ടാകും. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ധാരാളം നന്മകൾ ചെയ്തവനാണ്. കാരണം എന്താ? ഞാൻ ഒരുപാട് അവർക്ക് നല്ല സൗകര്യം ഏർപ്പെടുത്തുന്ന നല്ല വീട്, ഇരുന്നല്ല വീട്. പണ്ട് ചെറിയ ചെറ്റപ്പുരയായിരുന്നു ഉണ്ടായിരുന്നത്, ചെറിയ കൂരമില്ല ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇന്ന് ആ വീടൊക്കെ പൊളിച്ച് 10 കൊല്ലം ഗൾഫിൽ നിന്ന് വന്നപ്പോ നീ ആ വീടൊക്കെ JCBക്ക് തള്ളിയിട്ടിട്ട് മനോഹരമായ ബിൽഡിംഗ് നീ പണിതു. 3 നിലയ്ക്ക് വീട് പണിതു. 3ാമത്തെ നിലയിൽ ഉമ്മയെ കൊണ്ടുപോയി കിടത്തുന്നു. ലിഫ്റ്റാണ്, ലിഫ്റ്റിൽ ഉമ്മയെ കയറ്റി 3ാമത്തെ നിലയിൽ. ഞാൻ ഉപ്പള ഭാഗത്ത് ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ പോയി. അല്ലാഹു ആ സഹോദരന് നമുക്കൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. 3 നിലയാണ് വീട്. 3ാമത്തെ നിലയിലാണ് ഉമ്മാക്ക് സൗകര്യം ചെയ്തിട്ടുള്ളത്. ഉമ്മയും മക്കളും ഒക്കെ, അഥവാ ഉമ്മയുടെ ജോലിക്കാരും ഒക്കെ 3ാമത്തെ നിലയിലാണ്. താഴേന്ന് ഉമ്മാക്ക് വീൽ ചെയർ ആണുള്ളത്. ഉമ്മാക്ക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്, നല്ല ഓട്ടോമാറ്റിക് ആണ്, സ്വിച്ച് ഇട്ടാൽ മതി, നല്ല നീങ്ങും. ആ വീൽ ചെയറുമായി അവർ നേരെ ചെല്ലും. നേരെ മുകളിലത്തെ റൂമിൽ നിന്ന് നേരെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിന്റെ ഭാഗത്ത് ചെല്ലും, ലിഫ്റ്റിന് നിൽക്കും, ലിഫ്റ്റിലേക്ക് കയറും, ലിഫ്റ്റിൽ താഴെ തന്നെ വന്ന് നിൽക്കും. നേരെ താഴെ അടുക്കള ഭാഗത്തെത്തിയാൽ അവർക്കാവുന്ന സുഭിക്ഷമായ ആഹാരങ്ങൾ ഒക്കെ കഴിക്കാം. കഴിച്ചെല്ലാം കഴിഞ്ഞ് അവര് തന്നെ നേരെ ഇതൊരു മിഷൻ റൈറ്റും ലെഫ്റ്റും അടിച്ച് നേരെ ചെല്ലുന്നു. നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. 3ാം നിലയിൽ പോയി ഉമ്മയുടെ റൂം സൗകര്യമൊക്കെ 3ാം നിലയിൽ. താഴെ ഓഫീസ് റൂം, നടുക്കത്തെ റൂം അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളും. അങ്ങനത്തെ ഒരു സെറ്റ്. ഓരോരുത്തർക്കും അല്ലാഹുവോട് തന്നെ നിഅമത്തിൽ അവർ വീട് വെക്കുന്നു. ആയിക്കോട്ടെ, അതല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹം ഉമ്മയെ നോക്കുന്നുണ്ട്, നോക്കാത്തൊരു വ്യക്തിയല്ല, നല്ല വ്യക്തിയാണ്. ഉമ്മക്ക് വേണ്ടി വലിയ സൗകര്യമാണ് ചെയ്തിരിക്കുന്നത്. ആ മുകളിലത്തെ നിലയിൽ തന്നെ തൊട്ടിപ്പുറത്ത് ജോലിക്കാരിക്കുള്ള സൗകര്യം, ഉമ്മ വിളിച്ചാൽ വെളിപ്പുറത്ത് ആളുകൾ അവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ രീതിക്കൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലടക്കം ചിന്തയുണ്ടാകും, ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാവിന്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഞാൻ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവരോടുള്ള കടമകൾ പരിപൂർണമായി നിർവഹിച്ചു പോയിട്ടുണ്ട് എന്നൊരു ചിന്തയുണ്ടാകും. നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു ചിന്ത ഏതാണ്? പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിന്റെ, ഇന്നത്തെ യുവതലമുറയുടെ മനസ്സിന്റെ അകത്തളത്തിലുള്ളൊരു ചോദ്യവും അത് തന്നെയാണ്. ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് 5 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് നാട്ടിൽ വന്ന് നല്ലൊരു വീട് തീർത്ത് വാപ്പായി ഉമ്മായി ആ കുടിൽ നിന്ന്, ഓടിട്ട പെരയിൽ നിന്നൊക്കെ മാറ്റി നല്ല കോൺക്രീറ്റ് സൗധത്തിൽ കയറ്റി, എയർ കണ്ടീഷണർ റൂം, AC റൂം ഒന്ന് വാപ്പാടെ റൂമിലും വെച്ചു കൊടുത്തു, ഒന്ന് എന്റെ റൂമിലും ഫിറ്റ് ചെയ്തു. അങ്ങനെ നല്ല AC സൗകര്യത്തിൽ
ഫാൻ പോലുമില്ലായിരുന്ന എന്റെ വീട്ടിൽ, കരണ്ട് സൗകര്യം പോലുമില്ലായിരുന്ന എന്റെ വീട്ടിലേക്ക് ഞാനിതാ കരണ്ട് കൊണ്ടുവന്നു, സൗകര്യപ്പെടുത്തി. എല്ലാവിധ ഫ്രിഡ്ജ് കൊണ്ടുവന്നു, വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നു, എല്ലാ സൗകര്യവും, സ്വിച്ച് ഇട്ടാലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ വാപ്പയോടും ഉമ്മയോടുമുള്ളതാകുന്ന ബാധ്യത, അവർ ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ ഇത് മതിയാകും എന്ന് കരുതുന്ന ആളുകളുണ്ടാകും. അള്ളാന്റെ റസൂലിനോട് ഇതേ ചോദ്യവുമായിട്ടാണ് ഈ അനുയായി വന്നിട്ടുള്ളത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഇല്ല മോനെ, ഇല്ല മോനെ, فإنهما كانا يفعلان ذلك وهما تحبان بقاءك. നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്തിനെന്നറിയുമോ? തുഹിബ്ബാനി ബഖാഅക. ഈ ദുനിയാവിൽ നീ എന്നും ജീവിച്ചിരിക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് നിന്റെ മാതാപിതാക്കൾ നിനക്ക് ഭക്ഷണം നൽകിയത്, നിനക്ക് പാലൂട്ടി തേനൂട്ടി നിന്നെ വളർത്തിയത്. വഅന്ത തഖദിമു ലഹുമാ. പക്ഷെ മക്കളാകുന്ന നിങ്ങളോ തുരീദു മൗതഹുമാ. വാപ്പാക്കും അമ്മാക്കും ഖിദ്മത്ത് എടുക്കുമ്പോ, അവർക്ക് സേവനം ചെയ്യുമ്പോ മനസ്സിലുള്ള ഉദ്ദേശം എങ്ങനെയെങ്കിലും ഈ മാതാപിതാക്കൾ മരിച്ചാൽ മതിയായിരുന്നു. അല്ലാഹ് വാപ്പയും ഉമ്മയും മരിക്കണമെന്നുള്ള നീയത്താണ് ഈ ദുനിയാവിന്റെ മക്കൾക്കുള്ളത്. അതുകൊണ്ട് സഹോദര, ഒരിക്കൽ പോലും നിന്റെ മാതാപിതാക്കൾ ചെയ്തത് സേവനത്തിന് പകരമായി നിന്റെ സേവനങ്ങൾ മതിയാകുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ശരിയല്ലയോ പ്രവാചകൻ പറഞ്ഞത്? ഇന്ന് ഷുഗർ ബാധിച്ച ഉമ്മ എത്ര ദിവസമായി സുഖമില്ലാതെ കിടക്കുകയാ. മോനെ, അടുത്ത ആഴ്ച എന്റെ ചെക്കപ്പ് മംഗലാപുരത്താണ്, കൊണ്ടുപോകണേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വാഹന സൗകര്യമുള്ള മകനുണ്ട്, കൊണ്ടുപോകാൻ അവന് സമയമില്ല. അവന് പറയുന്നു, ഉമ്മ എനിക്ക് രാവിലെ ജോലിക്ക് പോകണം, ഉമ്മ മാണിക്കോത്തുനിന്ന് ബസ് കയറിക്കോ, മംഗലാപുരത്ത് പോയി ഇറങ്ങിക്കോ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ പുറം കാലുകൊണ്ട് തള്ളുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ റസൂല് 1400 വർഷം മുമ്പ് പറയുകയാണ്, മക്കളെ, മക്കളെ, നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെല്ലാം തന്നെ മാതാപിതാക്കൾ നൽകിയ സ്നേഹത്തിന് പകരം വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. പകരം വെക്കാൻ പറ്റൂല, അവിടെയാണ് വിഷയം. കൂലി കിട്ടും, അത് കിട്ടും, നിന്റെ നീയത്തിനനുസൃതമായി കൂലി കിട്ടും. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. എന്താണ് നിന്റെ നിയത്ത്? ആ നിയത്തിനനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ പകരം വെക്കാൻ വാപ്പ ചെയ്തത്, ഉമ്മ ചെയ്തത്, അവർ എനിക്ക് ചെറുപ്പത്തിൽ നൽകിയ സ്നേഹത്തിന് പകരം അതൊരിക്കലും ഇല്ല. അവരോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവനായി നിന്നെ ഗണിക്കൂല. എത്ര ചെയ്താലും അങ്ങനെയാണ്. കാരണം വാപ്പാടെ ഉമ്മാടെ സ്ഥാനം അതാണ്, ചെറുതല്ല, വലിയ സ്ഥാനം, വലിയ സ്ഥാനമാണ്. നീ ഹജ്ജിന് കൊണ്ടുപോയി, ഉംറയ്ക്ക് കൊണ്ടുപോയി, അതുകൊണ്ട് ഞാൻ എന്റെ വാപ്പാടും ഉമ്മാടുമുള്ള ബാധ്യത നിർവഹിച്ചു പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ് നീ നടക്കും വേണ്ട. ചില ആളുകൾ അങ്ങനെയുണ്ട്, ഞാൻ വാപ്പായ ഉമ്മയ്ക്ക് വിട്ടു, വാപ്പായ ഹജ്ജിന് വിട്ടു, ഇങ്ങനെ പറഞ്ഞു നടക്കുക നാട്ടുകാരോടും മൂല്യരോടും കാതിയാരോടും. എന്ത് കാര്യം? അവരെ കൊണ്ട് ദ്വാരപ്പിക്കാണ്. സാധേ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഉമ്മയ്ക്ക് വിടാൻ തൗഫീഖ് കിട്ടി. സാധ പ്രത്യേകം ദ്വാരക്കണം. അവരുടെ യാത്രയിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം, ഒക്കെ കബൂലാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറയാതെ വന്നിട്ട് പറയുന്ന വാക്കെന്താ? ഞാനാ വിട്ടത് ഹജ്ജിന്, ഞാനാ ഉംറയ്ക്ക് വിട്ടത് എന്ന് ഗർവ് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ല. അങ്ങനെ എടുത്തു പറയുന്നവൻ, ഒരു സ്വതക്ക കൊടുത്തിട്ടത് എടുത്തു പറയുന്നവൻ, ഒരു നന്മ ചെയ്തിട്ട് എടുത്തു പറയുന്നവൻ നാളെ വലിയ ശിക്ഷ വാങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3 കൂട്ടർക്ക് ഭയങ്കര ശിക്ഷയാണ്. ഹദീസില്ലേ?
قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങളോടപ്പെടുത്തുകയാണ് ثلاث لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, മൂന്ന് കൂട്ടർ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം അവർക്കുണ്ടാവുകയില്ലത്രേ. വലാ യുസക്കീഹിം വലാ യുകല്ലിമുഹും അല്ലാഹു അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ലെന്ന് മാത്രമല്ല, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുമ്പോ കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ സർവരും വിറങ്ങലിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ തിരുനോട്ടം വിഭാഗമായി മാറുമത്രേ. തീർന്നില്ല. അല്ലാഹു അവരോട് കാരുണ്യത്തിന്റെ സംസാരം സംസാരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് സാബായെന്ന് ഹബീബായ റസൂലുള്ളാഹി. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു തീർന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാ, ഖാബൂ ഖസിറൂ യാ റസൂലല്ലാഹ്, നബിയേ അവർ പരാജയപ്പെട്ടല്ലോ നബിയേ, ആ മൂന്ന് കൂട്ടർ ആരാണ് റസൂലേ? മൂന്ന് കൂട്ടർ നാളെ മഹ്ശറയിൽ ഖേദിക്കേണ്ടി വരുമേ, അവർ തീർച്ചയായും അദാബിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അബൂ ദറുൽ ഗിഫാരി തങ്ങൾ പറയുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആ പരാജയപ്പെട്ട വിഭാഗങ്ങൾ ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് അൽ മുബ്ലിസൂ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരുണ്ടോ? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടോ? ഈ ദുനിയാവിൽ എത്ര വാത് കേട്ടാലും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നതായ പുരുഷന്മാരെ മുണ്ട് നിലത്തോടി വലിച്ചഴച്ച് നടക്കുന്നവരെ, ഉടുത്തിരിക്കുന്ന തുണി നെരിയാണിക്ക് താഴെ ഉടുക്കുന്നവരെ, അവന്റെ പാൻസ് നെരിയാണിക്ക് താഴോട്ടാണ് എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് ശിക്ഷയാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാര്യമൊന്നുമില്ല, നെരിയാണിക്ക് താഴെ തുണി പോയതാ. മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ വലിയ അദാബാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൽ ആദ്യം പറഞ്ഞതാ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാക്കട്ടെ. ഇപ്പോഴും ഉണ്ട് കാരണവന്മാർ, ഇപ്പോഴും ഉണ്ട് 60, 70, 90 വയസ്സെത്തിയിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെ തുണി ഇങ്ങനെ നിലത്തൂടി വലിച്ചഴിച്ചു കൊടുക്കും. എത്ര കൊല്ലമായി ഇങ്ങനെ നടക്കുന്ന. അല്ലാഹു കാക്കട്ടെ. നാളെ മഹ്ശറിൽ അല്ലാഹു അവരിലേക്ക് കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കൂല. അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്ന് ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്, നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, നെരിയാണിക്ക് താഴെ പുരുഷന്മാര് വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷന്മാരാണ് കേട്ടോ, സ്ത്രീകളല്ല. സ്ത്രീകൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്നാ പ്രവാചകൻ പഠിപ്പിച്ചത്. ഞാനത് കഴിഞ്ഞ കൊല്ലം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. വസ്ത്രവിധാനം ഞാൻ പറഞ്ഞിട്ടുള്ളത്.
നിര്യാണിക്ക് താഴെ വസ്ത്രം കൊണ്ടുവരണം. ആര്? സ്ത്രീ. തുർഹി ശിബ്റം മിന ഥൗബി ശഫീഉന റസൂലുള്ളാഹി. സ്ത്രീ അവളുടെ നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരണേ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വഹാബത്ത് വന്നിട്ട് സംശയം ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ്, ഞങ്ങൾക്കുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ പുറത്ത് ഒട്ടക കട്ടിലിലേക്കൊക്കെ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും, നെരിയാണിക്ക് താഴോട്ടൊരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും പൊക്കമുള്ള സ്ഥലത്തേക്ക് കാലിങ്ങനെ പൊക്കുമ്പോ അവരുടെ കാൽപാദം അന്യപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് നബിയെ. എന്ത് ചെയ്യണം റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരൽപ്പം പോലും കാണിക്കാതിരിക്കാൻ ഒരു മുഴം കൂടി താഴ്ത്തിയിരണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയാലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മുഴം താഴ്ത്തിയിരണം സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങളോ 3/4 തൊട്ടുകൊണ്ട് നടക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ജയിലറകളിടുന്ന വസ്ത്രമാണ് ടൈറ്റാക്കപ്പെട്ടതാകുന്ന ബനിയൻ ക്ലോത്ത്. അതാണ് ഇന്നത്തെ യുവതലമുറ ഇട്ടുകൊണ്ട് നടക്കുന്നത്. 40 വയസ്സുള്ള താത്താരും ഇതിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ടൊരു ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കും. എന്നിട്ട് അതിന്റെ ഒരു ആക്റ്റീവായി കയറി എന്നിട്ട് ആക്റ്റീവായി ഇട്ട് ഓടിച്ചുകൊണ്ട് പോവാ. തവള പോകുന്നതല്ലേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ തുടയുടെ വെണ്മ മുഴുവനും എടുത്തു കാണുകയാണ്. ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം, അംഗലാവണ്യം, അതിന്റെ തുടിപ്പ്, അതിന്റെ വണ്ണോ കന്യപുരുഷന്മാര് കാണുക. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജയിലറകളിൽ കൊടുക്കുന്ന വസ്ത്രമാണ്. എന്തിന്? അത് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ അവരുടെ ശരീരത്തിൽ ഒന്നുമില്ല, അവരുടെ പ്ലെയിനാണ്, ഒന്നും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് തെളിയാൻ വേണ്ടി അത്രത്തോളം കണ്ണാടി ചില്ല് പോലെ ഇരിക്കുന്ന ആ സാധനം ഇട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യുവതലമുറ വെളിയിലിറങ്ങി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. വസ്ത്രവിധാനത്തെ കുറിച്ച് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ യൂട്യൂബിൽ വിനീതന്റെ പ്രഭാഷണമുണ്ട്. വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞ വിഷയമുണ്ട്, അത് കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, പടച്ചറപ്പ് കാരുണ്യത്തിന്റെ തിരുനോട്ടം നോക്കാത്തതാകുന്ന 3 വിഭാഗങ്ങളിൽ ഒന്നാമതായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാ. പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വേണ്ടിയുള്ള സമയത്ത് മാത്രം മടക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല, മനസ്സിലാക്കണം. മിക്ക ചെറുപ്പക്കാരും എങ്ങനെയാണ്? നിസ്കരിക്കുന്ന സമയത്ത് മാത്രം മടക്കി വെക്കും, പള്ളി കയറുന്ന സമയത്ത്. അത് കഴിയുമ്പോൾ വീണ്ടും അഴിച്ചു വെക്കും. നിസ്കരിക്കുന്ന സമയത്ത് അണ്ടർവെയറിന്റെ വള്ളിയെല്ലാം കൂടെ പിടിച്ചിട്ട് കാക്ക ഉടുത്ത് റെഡിയാക്കി തുണി ഉടുത്തു വെക്കും. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അഴിച്ചിടും. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറ ശഫീഉന റസൂലുള്ളാഹി. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴും അവൻ ആ രീതി അവലംബിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഥവാ നിസ്കരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഉയർത്തു വെച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോൾ അഴിച്ചിട്ടു എങ്കിൽ അവന്റെ നമസ്കാരം സ്വീകരിക്കൂല. എപ്പോഴും നെരിയാണിക്ക് മുകളിലായിരിക്കണം അവന്റെ വസ്ത്രവിധാനം, പുരുഷന്റെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ എന്താണ്? ആഖിറത്തിൽ അദാബാണ്. വലഹും അദാബ്, വേദനാജനകമായ ശിക്ഷ അവനുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അൽ മന്നാൻ.